കീഴ്വായ്പൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിടം കാടുകയറി മൂടുന്നു. ലക്ഷക്കണക്കിന് രൂപ മുടക്കി പണിത ആശുപത്രിക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ അധികാരികൾ പരാജയപ്പെട്ടതാണ് ആശുപത്രി കെട്ടിടം കാടുകയറി കിടക്കുവാൻ കാരണം. ആശുപത്രി വേണം, ആശുപത്രി കെട്ടിടങ്ങൾ വേണം എന്ന് നാട്ടിലെ പൊതുപ്രവർത്തകരും ജനങ്ങളൊക്കെ ആവശ്യപ്പെടും. എന്നാൽ ആശുപത്രി വന്നാലോ അത് പ്രവർത്തിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങളില്ല. അങ്ങനെയൊരു ആശുപത്രിയാണ് കീഴ്വായ്പൂർ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി. ഏറെ പ്രതീക്ഷയോടെ തുടങ്ങിയ കീഴ്വായ്പൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയാണ് തുടങ്ങിയ വേഗത്തിൽ തന്നെ അടച്ചുപൂട്ടിയത്. ഉദ്ഘാടനത്തിനായി തുടർന്ന ഈ ആശുപത്രി കെട്ടിടം അതിനുശേഷം തുറന്നു പ്രവർത്തിച്ചിട്ടില്ല എന്നതാണ് സത്യം. വർഷങ്ങളായി പുതിയ കെട്ടിടത്തിന് മുമ്പിൽ പ്രവർത്തിച്ചു വന്ന ആശുപത്രി കെട്ടിടം ഇപ്പോഴും അതേപടി പ്രവർത്തിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ആ ആശുപത്രി കെട്ടിടത്തിന്റെ ആവശ്യം മാത്രം ഉണ്ടായിരുന്നിടത്താണ് വലിയ ഈ കെട്ടിടം പണിത് നായ്ക്കൾക്ക് പാർക്കാനായി അവസരം ഒരുക്കിയിരിക്കുന്നത്. അത്യാധുനിക സൗകര്യത്തോടെ ആശുപത്രി കെട്ടിടം പണിതപ്പോൾ ഇത് പ്രവർത്തിക്കാനുള്ള ഭൗതിക സാഹചര്യം ഒരുക്കണമെന്ന് ഇത് പണിയിച്ചവർക്ക് അറിയില്ലായിരുന്നു. ഡോക്ടർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ നിയമിക്കാതെ കെട്ടിടം പണിത് ഉദ്ഘാടനം ചെയ്തിട്ട് എന്ത് കാര്യം? ജനങ്ങളുടെ കരം പിരിച്ച് പണിയിച്ചവർ ഇതിന്റെ ഭൗതിക സാഹചര്യം കൂടി ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടതല്ലായിരുന്നോ? ജനങ്ങളുടെ കരം പിരിച്ച് പണിത ഈ കെട്ടിടം കാട് പിടിച്ചിടാൻ വേണ്ടിയാണോ പണിതത്? രോഗികളെ കിടത്തി ചികിത്സിക്കുന്നത് ഉൾപ്പെടെയുള്ള സൗകര്യം ഇവിടെയുണ്ട്. എന്നാൽ ഡോക്ടർമാരുമില്ല, നേഴ്സുമാരുമില്ല, കട്ടിലുമില്ല, കസേരയുമില്ല. എന്തിനേറെ പറയുന്നു, മരുന്ന് വെക്കാൻ ഒരു അലമാര പോലും ഈ വലിയ ആശുപത്രി കെട്ടിടത്തിൽ ഇല്ല. ഇനിയെങ്കിലും ഈ ആശുപത്രി കെട്ടിടം തുറന്ന് പ്രവർത്തിക്കണം. അതാണ് ഈ നാട്ടിലെ ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ ആഗ്രഹം. അതിന് ആവശ്യമായ നടപടികൾ അധികാരികൾ സ്വീകരിച്ചേ മതിയാകൂ. യാലക്സി ന്യൂസിനു വേണ്ടി അനിൽ കല്ലുപ്പാറയ്ക്കൊപ്പം ജിജു വൈക്കത്തിശ്ശേരി.